ഇഷ്ടമുള്ളൊരു ശലഭം ഭാഗം 28. അല്ലി രാവിലെ എഴുന്നേറ്റതും ആദി കൂടെയില്ലായിരുന്നു. അല്ലി വേഗം എഴുന്നേറ്റ് ഫ്രഷായി പുറത്തേക്ക് ചെന്നു. ഹാളിൽ അവനെ കാണാതെ നിന്നപ്പോഴാണ് കിച്ചണിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. അല്ലി വേഗം അങ്ങോട്ട് ചെന്നു. അവിടെ തകൃതിയായി കുക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആദിയെ കണ്ടതും അല്ലിക്ക് ചിരി വന്നു. അല്ലി ചെന്ന് അവന്റെ പുറത്തേക്ക് കവിളി ചേർത്ത് കെട്ടിപ്പിടിച്ചു നിന്നു. ആദിയുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിടർന്നു. ഗുഡ് മോർണിംഗ് കൃതി. എന്തിനാ ഇപ്പൊ വന്നത്? കുറച്ചു നേരം കൂടി കിടക്കായിരുന്നില്ലേ? ക്ഷീണമില്ലേ? ആദി ചോദിച്ചു. ഈ പറയുന്ന ആൾക്ക് ക്ഷീണമില്ലേ? അല്ലി അവനോട് ചോദിച്ചു. ആദി വേഗം അവളുടെ നേരെ തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ കണ്ട കുറുമ്പില് അല്ലി കൗതുകത്തോടെ നോക്കി. സത്യം പറയട്ടെ, ക്ഷീണത്തേക്കാൾ ഇന്നലെ അറിഞ്ഞതൊക്കെ പകൽ വെളിച്ചത്തിൽ ഒന്നുകൂടെ അറിയാനുള്ള ആകാംക്ഷയാണുള്ളത്. ആദി പറഞ്ഞത് കേട്ട് അല്ലി ആകെ ചുവന്നു വന്നു. അയ്യടാ, എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. അപ്പോൾ ചെക്കൻ്റെ റൊമാൻസ്. അല്ലി വേഗം അവന്റെ കയ്യിൽ നിന്ന് കുതറി മാറി. അവിടെ നിൽക്ക എന്റെ പൊന്നെ, അതെനിക്കറിയാലോ. അതിനല്ലേ രാവിലെ എന്നിട്ട് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയത്. വിശപ്പൊക്കെ തീർന്നിട്ട് എന്നെ പരിഗണിച്ചാ മതി. ആദ്യം ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അല്ലി ആദ്യം കൂർപ്പിച്ചു നോക്കിയെങ്കിലും അവൾക്കും ചിരി വന്നു പോയിരുന്നു. എന്നാ കഴിച്ചാലോ? രണ്ടുപേർക്കും കൂടി ഒരു പ്ലേറ്റിലാണ് അല്ലി ഫുഡ് എടുത്തത്. അത് കണ്ട് ആദിക്ക് സന്തോഷമായി. അവളിങ്ങനെ വാരി തരുന്നത് ആദിക്ക് വലിയ ഇഷ്ടമാണ്. അവന് കിട്ടാതെ പോയ അമ്മയുടെ സ്നേഹം ഇങ്ങനെ പല രീതിയിൽ അവളിൽ നിന്ന് അവന് കിട്ടുന്നുണ്ട്. ആ സമയം താൻ അവളുടെ കുഞ്ഞാണോ എന്ന് പോലും ആദിക്ക് തോന്നാറുണ്ട്. അവനൊരു ചിരിയോടെ അവളുടെ കൂടെ നടന്നു. രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അല്ലി വാരി കൊടുക്കുന്ന സമയത്ത് അവളുടെ വിരലുകൾ നുണഞ്ഞും ചെറുതായി കടിച്ചുമൊക്കെ ആദ്യം അവളെ വശം കെടുത്തിയിരുന്നു. അവസാനം അല്ലിയുടെ തുറച്ചു നോട്ടത്തിൽ അവൾക്കൊരു ഉമ്മ കൂടി കൊടുത്താണ് ചെക്കൻ നിർത്തിയത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞതോ ആദ്യം അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നിരുന്നു. ഇന്ന് ഓഫീസിൽ പോകണ്ടേ പോലീസിന്? അവളൊരു ചിരിയോടെ ചോദിച്ചു. ഇന്ന് ലീവാണ്, അവൻ പറഞ്ഞു. അതെന്താ? അതോ, ഇന്ന് മുഴുവൻ എന്റെ ഭാര്യയെ സ്നേഹിക്കാന്ന് വെച്ചു, അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. റൂമിലേക്ക് എത്തിയതും ബെഡിലേക്ക് അല്ലിയെ കിടത്തി അവൻ അവളിലേക്ക് പടർന്നു കയറിയിരുന്നു. എപ്പോഴോ രണ്ടുപേരും തളർന്നുറങ്ങി. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് പിന്നെ അവൾ ഉണർന്നത്. അല്ലി ക്ലോക്കിലേക്ക് നോക്കിയതും സമയം ഉച്ചയായിരുന്നു. ഈശ്വര, ഇത്ര നേരം ഉറങ്ങിയോ? അവൾ ആദ്യം നോക്കി. അവൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വലിയ കുക്കായിട്ട് ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങുക ചെക്കൻ. അല്ലിക്ക് അവനോട് ഒരുപാട് സ്നേഹം തോന്നി. അവന്റെ നിറകിൽ ഉമ്മ കൊടുത്തിട്ടാണ് അവൾ എഴുന്നേറ്റത്. ഫോൺ എടുത്ത് നോക്കിയതും അച്ചമ്മയായിരുന്നു. അല്ലി കോൾ എടുക്കുന്നതിന് മുൻപ് തന്നെ കോൾ കട്ടായിരുന്നു. ആദ്യേട്ടാ, ഒന്ന് എണീക്കോ? അച്ചമ്മയായിരുന്നു വിളിച്ചത്. അവൾ ആദ്യം വിളിച്ചു. ആദ്യ പയ്യെ കണ്ണുകൾ തുറന്നു. ഞാൻ പിന്നെ വിളിച്ചോളാം കൃതി, നല്ല ക്ഷീണം. കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ. നീയും വാ, കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല സുഖമുണ്ട്. ആദ്യം അവളെ വലിച്ച് ബെഡിലേക്ക് ഇട്ടു. ആദ്യേട്ടാ, എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. അല്ലി എഴുന്നേക്കാൻ നോക്കി. ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, ഇപ്പൊ ഇവിടെ കിടക്ക്. ആദ്യം അവളുടെ നെഞ്ചിലേക്ക് തല ചായച്ചു. അല്ലിയുടെ കൈകൾ ആദിയുടെ മുടിയിലൂടെ തഴുകാൻ തുടങ്ങി. എപ്പോഴോ അല്ലി ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെ ആദ്യം എഴുന്നേറ്റപ്പോ ഉച്ച കഴിഞ്ഞിരുന്നു. അല്ലിയെ കാണാതെ അവൻ പുറത്തേക്ക് ചെന്നു. ഡോറിൽ നിന്ന് ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ലി. ആദ്യം അങ്ങോട്ട് ചെന്നതും അവൾ ഡോർ അടച്ചു തിരിഞ്ഞു. എഴുന്നേറ്റോ? ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു, ഇപ്പൊ വന്നതേ ഉള്ളൂ, കഴിച്ചാലോ? അവൾ ചോദിച്ചു. രണ്ടുപേരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അച്ഛമ്മയെ വിളിച്ചോ? അല്ലി ആദിയോട് ചോദിച്ചു. ഇല്ലടാ, ഇപ്പൊ വിളിക്കാം. ആദ്യം ഫോൺ എടുക്കാൻ റൂമിലേക്ക് പോയി. അല്ലി അടുക്കള ക്ലീൻ ചെയ്ത് ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെയുള്ള സോഫയിലിരുന്നു. കുറച്ചു കഴിഞ്ഞതും ആദ്യം അങ്ങോട്ട് ചെന്നു. അച്ഛമ്മ എന്താ വിളിച്ചത്? അവിടെ എല്ലാം ഓക്കെ അല്ലേ? നന്ദുവോ? അല്ലി ചോദിച്ചു. ആടാ, എല്ലാം ഓക്കെയാണ്, നന്ദു ഓക്കെയാണ്. അച്ഛമ്മ വിളിച്ചത് അടുത്ത ആഴ്ച മുത്തശ്ശന്റെ ചരമവാർഷികമാണ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. നമ്മളോട് തലേന്ന് തന്നെ തറവാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞു. പോവണ്ടേ? പോവണം. പക്ഷേ മുത്തശ്ശിയുടെ സംസാരത്തിൽ നിന്ന് ഇത്തവണ ഭാഗം വെക്കുന്ന കാര്യങ്ങളുണ്ടാവുന്ന തോന്നുന്നു. അതെന്താ ഇപ്പൊ പെട്ടെന്ന്? അറിയില്ല, അമ്മ വന്നതായിരിക്കും കാരണം. എന്തെങ്കിലും ആവട്ടെ, എനിക്കതിലൊരു ഇൻട്രസ്റ്റും ഇല്ല, ആദ്യം പറഞ്ഞു. പിന്നെ എന്തിനാ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ്? അതോ, പറയില്ല, കാണിച്ചു തരാം. ആദ്യം അല്ലിയുടെ അധരങ്ങൾ കവർന്നു. ആ ദിവസം പരസ്പരം ഒരുപാട് സ്നേഹിച്ചും കൊഞ്ചിച്ചും കടന്നുപോയി. ആദ്യം ഓഫീസിൽ തിരക്കിലായിരുന്നു. അപ്പോഴാണ് മഹേഷ് അങ്ങോട്ട് വന്നത്.
ആ ജയപ്രകാശ് മർഡർ കേസിന്റെ കാര്യം ആദ്യത്തെ റിജക്ട് ചെയ്തോ? മഹേഷ് ചോദിച്ചു. അതേടോ, അതൊരു പുലിവാല് പിടിച്ച കേസാണ്. ഇപ്പോ അങ്ങനെ ഒരു വള്ളിക്കെട്ട് തലയിലെടുത്ത് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല എത്ര നാള് മാറി നിൽക്കേണ്ടി വരുമെന്ന് ഒരു ഉറപ്പുമില്ല. മിനിസ്റ്റർ നമ്മുടെ ജേക്കബിനെ സജസ്റ്റ് ചെയ്തെന്നാ കേട്ടത്. ലെറ്റ് ഹിം ഹാൻഡിൽ ദ കേസ്, ആദി പറഞ്ഞു. പക്ഷേ അത് സാറിന് ഏറ്റെടുക്കായിരുന്നു. സാറിന്റെ കരിയറിൽ നല്ലൊരു കേസ് ആകുമായിരുന്നു. തനിക്ക് അറിയില്ലേ, ഞാനും കുറച്ചുനാൾ ഓടി നടന്ന ഇതിന്റെ പുറകെ. ആ സമയം അവർ ഓരോ ഇഷ്യൂ ഉണ്ടാക്കി എന്റെ കയ്യിൽ നിന്ന് കേസ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. എന്നിട്ടോ, താനവരുടെ റിപ്പോർട്ട് വായിച്ചിരുന്നോ? ഇത്രനാൾ അന്വേഷിച്ചിട്ടും കറങ്ങി തിരിഞ്ഞ് സെയിം പോയിന്റിൽ തന്നെ നിൽക്കുക. അതല്ലേ അവർ ഒഴിവാക്കുന്നത്. എന്നാലും സാറിന് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും 2-3 മാസം മാറി നിൽക്കുന്ന ഒന്നിനും ഒപ്പില്ല. ഹൃദയുടെ ആക്സിഡന്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. കുറച്ച് നാളെങ്കിലും അയാളുടെ കൂടെ നിൽക്കണം, ആദി പറഞ്ഞു. അതും ശരിയാ. നമ്മൾ ഈ കേസിന്റെ പുറകെ നടന്ന് ഫാമിലി ശ്രദ്ധിക്കാറില്ല സാർ. അവർക്ക് നമ്മുടെ ടൈം ആവശ്യമാണ്. അതേടോ, മിക്കവാറും കുറച്ചുനാൾ ലീവായിരിക്കും. പ്ലാനിങ് ഫോർ എ വെക്കേഷൻ. താൻ കൂടുന്നോ? നോ സർ, നിങ്ങൾ പോയിട്ട് വാ. മഹേഷ് പോയതും ആദ്യം ലാപ്പ് ഓൺ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയൊക്കെ വേഗം കടന്നുപോയി. ഇന്നാണ് അല്ലിയും ആദിയും തറവാട്ടിലേക്ക് പോകുന്നത്. നാളെയാണ് മുത്തശ്ശന്റെ ചരമവാർഷികം. ആദ്യേട്ടൻ എപ്പോഴാ എത്തുന്നേ? ഞാൻ റെഡി ആയിട്ടോ, അല്ലി ഫോണിലൂടെ ചോദിച്ചു. ഞാൻ താഴെ എത്തി ധൃതി. പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ വരും. ഒരു കോഫി ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും ഞാൻ എത്തും, ആദി പറഞ്ഞു. അല്ലി കോള് കട്ട് ചെയ്ത് കിച്ചണിലേക്ക് പോയി. ആദിക്കുള്ള കോഫി എടുത്തപ്പോഴേക്കും കോളിംഗ് ബെല്ല് കേട്ടു. അവള് കോഫി ടേബിളിൽ വെച്ചിട്ട് ഓടിച്ചെന്ന് ഡോറ് തുറന്നു. ഓൺ ടൈം അല്ലേ? ആദി ചോദിച്ചു. അതേലോ. സാർ അകത്തേക്ക് വാ. ആദ്യം അകത്തേക്ക് കയറിയതും അല്ലി ഡോർ അടച്ചു. അല്ലി തിരിഞ്ഞതും ഒരാളവിടെ നോക്കി നിന്നിരുന്നു. ഒരു ഓൾഡ് സോങ് ഇല്ലേ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്ന ഭാര്യ. ആ സോങ് പ്ലേ ചെയ്ത ഫീൽ. ആണോ? അല്ലി ചെന്ന് കാല് കുത്തി പൊങ്ങി ആദിയുടെ മുഖത്തേക്ക് അടുത്തതും ആദിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കവിളിൽ അറിഞ്ഞ അല്ലിയുടെ ചുണ്ടുകളുടെ തണുപ്പിൽ ആദി ഒന്ന് കുളിർന്നു. അവന്റെ അധരങ്ങൾ വിടർന്നു. അല്ലിയെ ചേർത്ത് പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി ചുംബിക്കവേ സമയം പോയത് രണ്ടുപേരും മറന്നുപോയിരുന്നു. ഏറെ നേരം കഴിഞ്ഞ് കിതച്ചുകൊണ്ട് ആദ്യ അല്ലിയുടെ ദേഹത്തു നിന്ന് ഗന്ധം മാറി. അല്ലി അവനെ പരിഭവത്തോടെ നോക്കി. വൈകിയില്ല ആദ്യേട്ടാ? അല്ലി ചോദിച്ചു. എക്സാം ഒന്നുമല്ലല്ലോ, കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിച്ച് മതിയായില്ല. അവൻ അവളെ ചേർത്ത് പിടിച്ചു. കോഫി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയും വൈകണ്ട ആദ്യേട്ടാ, അച്ഛമ്മ നമ്മളെ പ്രതീക്ഷിക്കും. പിന്നെ അച്ഛമ്മയുടെ കൂടെ നന്ദു ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ലി പറഞ്ഞതും ആദ്യ വേഗം അവളുടെ കൂടെ അകത്തേക്ക് ചെന്ന് കോഫി കുടിച്ചു. ആദ്യ വേഗം ഫ്രഷ് ആയി വന്ന് റെഡിയായി. പിന്നെ അധികം വൈകാതെ അവർ പോകാനായി ഇറങ്ങി. രാത്രി 10 മണിയോടെയാണ് ആദിയും അല്ലിയും തറവാട്ടിലേക്ക് എത്തിയത്. അച്ഛമ്മ അവരെ കാത്ത് വരാന്തയിലുണ്ടായിരുന്നു. കൂടെ നന്ദുവും. നന്ദുവിനെ കണ്ട് ആദിയുടെയും അല്ലിയുടെയും കണ്ണുകൾ വിടർന്നു. അവസാനം കണ്ടതിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അവന്. ആകെ ഒരു തിളക്കം. അവരുടെ കാറ് വന്നതും നന്ദു ഓടിച്ചെന്നു. അല്ലി പുറത്തേക്ക് ഇറങ്ങിയതും നന്ദു അവളുടെ അടുത്തേക്ക് ചെന്നു. ഏടത്തി, ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. അവൻ വിളിച്ചത് കേട്ട് അല്ലി അത്ഭുതത്തോടെ അവനെ നോക്കി. ആദിയുടെ മുഖം ആ വിളി കേട്ട് വിടർന്നു. ഒളിപ്പിക്കാനാവാത്തൊരു പുഞ്ചിരി അവന്റെ മുഖത്തുണ്ടായിരുന്നു. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ആദി ഗൗരവത്തോടെ ചോദിച്ചു. നന്നായിട്ട് പോകുന്നു ഏട്ടാ, നന്ദു പറഞ്ഞു. അവന്റെ ഏട്ടാ എന്ന വിളി ആദിയുടെ ഹൃദയത്തിലേക്കാണ് കയറിയത്. ആകെ ഒരു വിങ്ങല് തോന്നി അവന്. അവൻ വേഗം നന്ദുവിനെ ശ്രദ്ധിക്കാതെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു. നന്ദു അവൻ നോക്കി ചുണ്ടു കുറിപ്പിച്ചു. എന്നെ വലിയ ഇഷ്ടമാണ്, എന്നിട്ടാണ് ജാട കാണിക്കുന്നത്, നന്ദു അല്ലിയോട് സ്വകാര്യമായി പറഞ്ഞു. ഇവിടെ ആയിരുന്നില്ലൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? അല്ലി ചോദിച്ചു. ഇല്ല ഏടത്തി, പക്ഷെ ചിലരുടെ നോട്ടം കണ്ട് നമ്മൾ ദഹിച്ചു പോവും. അമ്മാതിരി നോട്ടമായിരുന്നു. അതറിഞ്ഞാണോ എന്തോ അച്ഛമ്മ എന്നെ റൂമിൽ തന്നെയാ ഇരുത്തിയത്. പിന്നെ ഇപ്പോഴാ പുറത്തേക്ക് ഇറങ്ങുന്നത്, നന്ദു പറഞ്ഞു. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളെ സ്നേഹിക്കുന്നവർ മതി നമുക്ക്. അല്ലി അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു. അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചാണ് അവളുടെ സ്നേഹം പ്രകടിപ്പിച്ചത്. അവിടെ നടന്നതൊക്കെ അറിഞ്ഞു. പക്ഷെ വരാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല കുട്ടി. ആദ്യം വിളിച്ച എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടി ഇടിപ്പിച്ച ആളിൽ നിന്ന് തന്നെ വിവരങ്ങൾ അറിഞ്ഞു, അച്ഛമ്മ പറഞ്ഞു. അകത്ത് എല്ലാരും ഉണ്ട്. പല രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ടാവും. അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. കണ്ണനോട് കൂടിയാട്ടോ, അച്ഛമ്മ പറഞ്ഞു. ഞാൻ നോക്കാം അച്ഛമ്മേ, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെ എന്നെ തടയരുത്, ആദി പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല കണ്ണോ, ഞാനുണ്ടല്ലോ. പിന്നെ നിന്റെ അച്ഛനും. എല്ലാരും അകത്തേക്ക് കയറിയതും തറവാട്ടിലെ എല്ലാരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു.
ഇത്തവണ അപ്പച്ചിയും ഭാര്യയും ഭർത്താവും ആര്യയും ഉണ്ടായിരുന്നു. ആര്യയെ കണ്ടതും അലി ആദ്യം നോക്കി. അവനും ആ സമയം അവളെ തന്നെയായിരുന്നു നോക്കിയത്. അലിയുടെ മുഖം പരിഭവം കൊണ്ട് വീർക്കുന്നത് ആദ്യം ഒരു അത്ഭുതത്തോടെ കണ്ടു. ആദ്യം കണ്ട് അച്ഛൻ എഴുന്നേറ്റ് ചെന്നു. എന്താ വൈകിയത്? അച്ഛൻ ചോദിച്ചു. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തിരക്ക് വന്നു അച്ഛാ, അതാ. മോൾക്ക് സുഖമല്ലേ? അച്ഛൻ അല്ലിയുടെ തലയിൽ തടവി. അതെ അച്ഛാ. ആദ്യത്തെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും തന്നെ ഫ്രഷ് ആവാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അച്ഛൻ അവരെ അകത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ ഇരിക്കുന്ന മാലതിയെ അലിയൊന്ന് നോക്കി. പ്രത്യേകിച്ച് ഒരു ഭാവവും അവരുടെ മുഖത്തില്ലായിരുന്നു. എന്തൊരു സ്ത്രീയാണിവര്, അലി നീരസത്തോടെ ഓർത്തു. എല്ലാവരെയും നോക്കി ഒന്ന് പരിചയത്തിൽ പുഞ്ചിരിച്ചിട്ട് അല്ലിയും ആദ്യം റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും ആദിയുടെ മുഖം മാറിയിരുന്നു. ഇങ്ങോട്ട് വരണ്ടായിരുന്നു കൃതി. എല്ലാവരെയും കണ്ടതും ആകെ ഒരു മനസ്സമാധാനക്കേട്. തിരിച്ചു പോയാലും നമുക്ക്, ആര് ചോദിച്ചു. എന്തിനാ ഈ വിഷമം? ഞാനില്ലേ കൂടെ. വേറെ ആരും ഇല്ലെങ്കിലും ഞാനുണ്ടാവല്ലോ എന്റെ ആദ്യേട്ടന്. പിന്നെ എന്താ, ഒന്നും ഓർക്കണ്ട. അല്ലി അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ അവർക്കിടയിൽ സംസാരമോ പരസ്പരം ഒരു നോട്ടമോ പോലും ഉണ്ടായിരുന്നത് അല്ലി അത്ഭുതപ്പെടുത്തി. അടുക്കളയിൽ ചെന്ന് ബിന്ദു ചേച്ചിയെ കണ്ട് അല്ലി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും അവളെ കാത്തു നിൽക്കുന്ന ആര്യയെ അവള് കണ്ടു. പുച്ഛത്തോടെയുള്ള ആര്യയുടെ നോട്ടത്തെ മൈൻഡ് ചെയ്യാതെ അല്ലി നടന്നതും ആര്യ അവളെ വിളിച്ചു. ആദ്യം കിട്ടിയപ്പോ നീ അഹങ്കരിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഒക്കെ വെറുതെയാന്ന് ഓർക്കുമ്പോഴാ. പലതും അറിയുമ്പോ നീ ഇപ്പൊ കാണിക്കുന്ന സ്നേഹം ഉണ്ടാവുമെന്നാ എന്റെ സംശയം, ആര്യ പുച്ഛത്തോടെ പറഞ്ഞു. ആദ്യത്തെ കിട്ടാത്തിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു അല്ലേ ആര്യക്ക്? അല്ലി ചോദിച്ചു. ഉണ്ടായിരുന്നു. നിന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. അതെന്തായാലും നന്നായി. അല്ലെങ്കിലും ആദ്യത്തിന്റെ മനസ്സിൽ ആര്യ അനിയത്തെ പോലെയാണ്, അല്ലി പറഞ്ഞു. എന്തോ ഓർത്തുകൊണ്ട് ആര്യ പുച്ഛത്തോടെ ചിരിച്ചു. അല്ലെങ്കിലും എന്നെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയൊന്നും ആതിഥേയനില്ല. നിന്നെ പോലെ ഒരു മിഡിൽ ക്ലാസ് പെണ്ണാണ് ആദ്യക്ക് ചേരുന്നത്, ആര്യ ഗർവോടെ പറഞ്ഞു. അല്ലിയുടെ മുഖം ചുളിഞ്ഞു. ആദ്യത്തിന്റെ യോഗ്യത നീ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതിന്റെ ഭർത്താവാണ് അദ്ദേഹം. അതിനപ്പുറം എന്റെ ജീവനാണ്. നിങ്ങൾക്ക് വേദനിപ്പിക്കാനും ഒറ്റപ്പെടുത്താനും ഇനി ഞാൻ വിട്ടു തരില്ല ആ മനുഷ്യനെ, അല്ലി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. അപ്പോഴേക്കും അപ്പച്ചി അങ്ങോട്ട് വന്നു. അവളെന്താ പറഞ്ഞത്? ആദ്യയുടെ യോഗ്യതയെക്കുറിച്ച്, ആര്യ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു.